ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും AZB അക്കാഡമിയുടെ കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ സെപ്റ്റംബർ 18 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എന്താണ് ആദ്യത്തെ പോയിന്റ്? എന്താണ്? പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ഇനോഗ്രേറ്റ്സ് ₹6500 crore ഡെവലപ്മെന്റ് പ്രോജക്ട്സ് ഇൻ ആസാം, ദറൻ, ആസാം അല്ലെ. അപ്പൊ 6500 കോടിയുടെ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഏത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലാണ് എന്താണ് നടപ്പാക്കിയത് അല്ലെങ്കിൽ ഇനോഗ്രേറ്റ് ചെയ്തത്? ഏത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആണ്? ആസാം ആണ്. ആസാമിലെ ദറംഗില് ഇനോഗ്രേറ്റ് ചെയ്തു. എത്ര രൂപയുടെ പ്രോജക്റ്റ് ആണ്? 6500 കോടി രൂപയുടെ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് നമ്മുടെ പ്രധാനമന്ത്രി ആസാമിൽ ഇനോഗ്രേറ്റ് ചെയ്തു. അപ്പൊ ഇതേപോലൊരു റീസെന്റ് ആയിട്ട് ന്യൂസ് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയായിരുന്നല്ലോ. എന്തായിരുന്നു? 36,000 കോടിയുടെ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് എവിടാണ് പ്രധാനമന്ത്രി ഇനോഗ്രേറ്റ് ചെയ്തത്? 36,000 ഡെവലപ്മെന്റ് പ്രോജക്റ്റ് അല്ലെ. 36,000 ക്രോറിന്റെ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് നമ്മുടെ പ്രധാനമന്ത്രി റീസെന്റ് ആയിട്ട് ബീഹാറിൽ ഇനോഗ്രേറ്റ് ചെയ്തു. അപ്പൊ 6500 കോടിയുടെ പ്രോജക്റ്റ് ആസാമിലെ ദറംഗില് ഇനോഗ്രേറ്റ് ചെയ്തു. Prime Minister Shri Narendra Modi led the foundation stone and inaugurated development work worth around 6500 crore in Dharan, Assam. Okay അല്ലേ? അപ്പൊ അടുത്ത പോയിന്റ് എന്താണ്? മുസഫർപൂർ റാങ്ക്സ് ഫസ്റ്റ് ഇൻ ഇന്ത്യ ഫോർ സ്റ്റുഡന്റ് ഇന്നോവേഷൻസ് അണ്ടർ ഇൻസ്പയർ അവാർഡ്. അപ്പൊ ഇൻസ്പയർ അവാർഡ് 2025 ടോപ്പ് നിൽക്കുന്നത് ഏത് പ്ലേസ് ആണ്? ഏത് ഡിസ്ട്രിക്റ്റ് ആണ്? മുസഫർപൂർ ആണ്. ബീഹാറിലെ മുസഫർപൂർ ആണ്. ഇൻസ്പയർ അവാർഡ് 2025 ടോപ്പ് നിൽക്കുന്ന ഡിസ്ട്രിക്റ്റിൽ, ഇന്ത്യയിൽ ടോപ്പ് നിൽക്കുന്ന, ഇന്ത്യയിൽ ആദ്യം നിൽക്കുന്ന ഏതാണ്? ബീഹാറിലെ മുസഫർപൂർ ഡിസ്ട്രിക്ട്. അപ്പൊ മുസഫർപൂർ ഡിസ്ട്രിക്ട് ഇൻ ബീഹാർ റാങ്ക്ഡ് ഫസ്റ്റ് ഇൻ ഇന്ത്യ ഇൻ ദി ഇൻസ്പയർ അവാർഡ് 2025 വിത്ത് 7403 സ്റ്റുഡന്റ് സബ്മിഷൻസ് ഓഫ് ഇന്നോവേറ്റീവ് ഐഡിയാസ്. അപ്പോൾ 7400ഓളം കുട്ടികൾ പങ്കെടുത്ത ഈ ഒരു ഇൻസ്പയർ അവാർഡ് 2023 ടോപ്പ് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ബീഹാർ. ബീഹാറിലെ മുസഫർപൂർ ഡിസ്ട്രിക്റ്റ് ആണ് ഇന്ത്യയിലെ ടോപ്പ് ഡിസ്ട്രിക്ട്. അപ്പൊ ഈ ഒരു എന്താണ് ഈ ഒരു ഡേറ്റ് അല്ലെങ്കിൽ ഈ ഒരു അവാർഡ്, ഈ ഒരു എന്താണ് പ്രോഗ്രാം റിലീസ് ചെയ്തത് ഇല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ഓർഗനൈസ് ചെയ്തത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ് ഈ ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്തത്. ഗവൺമെന്റ് അപ്പോയിന്റ്സ് എൽ സത്യ ശ്രീനിവാസ് ആസ് ഇന്ത്യസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അറ്റ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. അപ്പൊ ADBയുടെ പുതിയ ED ആയിട്ട് പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ED അറ്റ് ADB അല്ലെ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പുതിയ ED ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? സത്യ ശ്രീനിവാസിനെ അപ്പോയിന്റ് ചെയ്തു. അപ്പൊ ADBയുടെ പുതിയ ED ആരാണ്? സത്യയാണ് അല്ലെ. ADBയുടെ പുതിയ ED സത്യയാണ്. അപ്പൊ സത്യ ശ്രീനിവാസ് ADB ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. അപ്പൊ അദ്ദേഹം കറന്റ്ലി എന്ത് അല്ലെങ്കിൽ ഏത് സ്പെസിഫൈ ചെയ്യുകയാണ് അല്ലെങ്കിൽ എന്ത് പോസ്റ്റാണ് അദ്ദേഹം കറന്റ്ലി നിർവഹിക്കുന്നത്? സ്പെഷ്യൽ സെക്രട്ടറി ഇൻ ദി മിനിസ്ട്രി ഓഫ് കൊമേഴ്സ്. അപ്പൊ മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന്റെ സ്പെഷ്യൽ സെക്രട്ടറി പോസ്റ്റാണ് അദ്ദേഹം കറന്റ്ലി സെർവ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം ആ ഒരു പോസ്റ്റിൽ വരുന്നതിന് മുൻപായിട്ട് ADBയുടെ ED പൊസിഷനിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോസ്റ്റിൽ ഇരുന്നത് ആരാണ്? വികാസ് ഷീലിനെ സക്സീഡ് ചെയ്തിട്ടാണ് ആര് വരുന്നത്? സത്യ ശ്രീനിവാസ് ADBയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോസ്റ്റിലേക്ക്. അപ്പൊ ഈ ഒരു അപ്പോയിന്റ്മെന്റ് എത്ര വർഷത്തേക്കാണ്? 3 വർഷത്തേക്കാണ് ഈ ഒരു അപ്പോയിന്റ്മെന്റ്. അപ്പൊ നമ്മുടെ ADB ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, അതായത് ബ്രിക്സ് നേഷൻസിന്റെ ബാങ്കാണ് ഈ ADB. അപ്പൊ ADBയുടെ ഏതാണ് 4th ലാർജസ്റ്റ് ഷെയർ ഹോൾഡർ ആരാണ്? ഇന്ത്യയാണ് ADBയുടെ 4ാമത് ലാർജസ്റ്റ് ഷെയർ ഹോൾഡർ. ആർക്ക് ശേഷം? ജപ്പാൻ, US ആൻഡ് ചൈനയ്ക്ക് ശേഷം എന്താണ് ADBയുടെ ലാർജസ്റ്റ് ഷെയർ ഹോൾഡർ ഏതാണ്? ഇന്ത്യ. ഓക്കെ ആണല്ലോ. അപ്പോൾ സ്കെച്ചേഴ്സ് നെയിംസ്
ഫാസ്റ്റ് ബൗളർ മുഹമ്മദ് സിറാജ് ആസ് ബ്രാൻഡ് അംബാസഡർ. അപ്പൊ സ്കെച്ചേഴ്സ് അല്ലേ, ഒരു എന്താണ് ഈ ഷൂസിന്റെ ഒക്കെ ബ്രാൻഡാണ് സ്കെച്ചേഴ്സ്. അവർ അപ്പാരൽസും എന്താ ക്ലോത്ത്സും ഒക്കെ ഉള്ള ഒരു ബ്രാൻഡാണ് സ്കെച്ചേഴ്സ്. അപ്പൊ അവര് റീസെന്റ് ആയിട്ട് ക്രിക്കറ്റ് വേൾഡിലോട്ട് കടന്നിട്ടുണ്ട്. അപ്പൊ ക്രിക്കറ്റ് എന്താണ് ഈ ഒരു ഷൂസസ് ഒക്കെ അവർ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവരുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? ഫാസ്റ്റ് ബൗളർ ആയിട്ടുള്ള മുഹമ്മദ് സിറാജിനെ സ്കെച്ചേഴ്സിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. ഇപ്പൊ സ്കെച്ചേഴ്സിന്റെ പുതിയ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മുഹമ്മദ് സിറാജ്. ഇന്ത്യൻ നേവൽ ഷിപ്പ് നിസ്താർ റൈസ് അറ്റ് ചാങ്കി നേവൽ ബേസ് സിംഗപ്പൂർ ഫോർ എക്സസൈസ് പസഫിക് റീച്ച്. അപ്പൊ എക്സസൈസ് പസഫിക് റീച്ച് 2025 ഭാഗമായിട്ട് ഇന്ത്യൻ നേവൽ ഷിപ്പ് ഏതാണ് എത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതാണ് അതിൽ പങ്കെടുക്കുന്നത്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? INS നിസ്താർ അല്ലെ. അപ്പൊ എവിടെയാണ്? സിംഗപ്പൂരിലാണ്. സിംഗപ്പൂരാണ് എക്സസൈസ് പസഫിക് റീച്ച് ഈ വർഷം ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ നേവൽ ഷിപ്പ് ആയിട്ടുള്ള INS നിസ്താർ എവിടെ എത്തിയിട്ടുണ്ട്? സിംഗപ്പൂരിന്റെ ചാങ്കി നേവൽ ബേസിൽ INS നിസ്താർ എത്തിയിട്ടുണ്ട്. അപ്പം പസഫിക് റീച്ച് 2025 എക്സസൈസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ നേവൽ ഷിപ്പ് ഏതാണ്? INS നിസ്താർ. അപ്പൊ അത് ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം ഈ വർഷം ഏതാണ്? സിംഗപ്പൂർ ആണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്ന. അറൌണ്ട് 40+ നേഷൻസ് ഇതിൽ പാർട്ടിസിപ്പന്റ് ആയിട്ടും ഒബ്സർവർ ആയിട്ടും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോ ദബാൻ ടെയിൽസ് ഫ്രം കാശ്മീർ കോൺഫ്ലിക്റ്റ് ബൈ ഇപ്സിത ചക്രവർത്തി. അപ്പോ ഒരു ബുക്കാണ് അല്ലെ, ദബാൻ ടെയിൽസ് ഫ്രം കാശ്മീർ കോൺഫ്ലിക്റ്റ്. അപ്പൊ കാശ്മീർ കോൺഫ്ലിക്റ്റ് എന്താണ് അതിന്റെ ഭാഗം, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള എപ്പിക്റ്റ് ചെയ്യുന്ന ഒരു ബുക്കാണ് ഏത്? ദബാൻ ടെയിൽസ് ഫ്രം കാശ്മീർ കോൺഫ്ലിക്റ്റ്. അപ്പൊ ആരാണ് ഇതിന്റെ ഓതർ? ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഇപ്സിത ചക്രവർത്തിയാണ് ഈ ഒരു ബുക്കിന്റെ ഓതർ. ഏതാണ്? ദബാൻ ടെയിൽസ് ഫ്രം കാശ്മീർ കോൺഫ്ലിക്റ്റ്. അപ്പൊ കാശ്മീർ കോൺഫ്ലിക്റ്റ് ഒക്കെ ഡെപിക്റ്റ് ചെയ്യുന്ന ഈ ഒരു പുസ്തകത്തിന്റെ ഓതർ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഇപ്സിത ചക്രവർത്തിയാണ്. ഈ ദബാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സെഡ് എന്നാണ് കാശ്മീരിൽ എന്താണ് അതിന്റെ മീനിങ്? ഇറ്റ് ഈസ് സെഡ് ഫ്രെയിമിംഗ് ദി ബുക്ക് ആസ് എ കളക്ഷൻ ഓഫ് ഓറൽ മെമ്മറീസ് ആൻഡ് വിസ്പേർഡ് ട്രൂത്ത്. അപ്പം ഈ കാശ്മീരിലെ കോൺഫ്ലിക്റ്റുകളെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ബുക്ക് ദബാൻ ടെയിൽസ് ഫ്രം കാശ്മീർ കോൺഫ്ലിക്റ്റ്, ഇതിന്റെ ഓതർ ആരാണ്? ഇപ്സിത ചക്രവർത്തി. റോക്കറ്റ് ഡ്രീംസ്. അപ്പൊ മസ്ക്, ബെസോസ് ആൻഡ് ദി ഇൻസൈഡ് സ്റ്റോറി ഓഫ് ദി ന്യൂ $1 ട്രില്യൺ സ്പേസ് റേസ്. അപ്പൊ ഇത് മൊത്തം ഒരു ബുക്കിന്റെ പേരാട്ടോ. അത് കാണുമ്പോഴത്തേക്ക് പല പല ഭാഗങ്ങളായിട്ട് തോന്നുകയാണെങ്കിലും ഇത് ഫുൾ ആ ഒരു ബുക്കിന്റെ പേരാണ്. റോക്കറ്റ് ഡ്രീംസ് എന്ന് മാത്രം നമുക്ക് തൽക്കാലം ഓർത്തു വെക്കാം. അപ്പൊ ഇലോൺ മസ്കും അതുപോലെ എന്താണ് ജെഫ് ബെസോസിന്റെ ഒക്കെ അവരെ കുറിച്ച് പറയുന്ന ഒരു ബുക്കാണ് റോക്കറ്റ് ഡ്രീംസ്. അപ്പൊ ഈ ഒരു ബുക്കിന്റെ ഓതർ ആരാണ്? ക്രിസ്ത്യൻ ഡാവൻപോർട്ട് ആണ് ഈ ഒരു ബുക്കിന്റെ ഓതർ. റോക്കറ്റ് ഡ്രീംസ് ആരെ കുറിച്ച് പറയുന്നത്? ഇലോൺ മസ്കിനെ കുറിച്ചും ജെഫ് ബെസോസിനെ കുറിച്ചും ഒക്കെ പറയുന്ന ബുക്കിന്റെ ഓതർ ആരാണ്? ക്രിസ്ത്യൻ ഡാവൻപോർട്ട്. അപ്പോ RRB ഗ്രൂപ്പ് ഡി എന്തായി? പ്രിപ്പറേഷൻ ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? നന്നായിട്ട് പോവുക. അപ്പൊ നമ്മുടെ എക്സാം ഡേറ്റ് ഒക്കെ ഓൾറെഡി വന്നിട്ടുണ്ടല്ലേ? നോക്കി കാത്തിരുന്നത് എന്നാണ് എക്സാം എന്ന് പറഞ്ഞ്. അപ്പൊ November 17 RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. November 17 മുതൽ എക്സാക്ട് ഷെഡ്യൂൾസ് ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഡിസംബർ എൻഡ് വരെയാണ്. അപ്പൊ November 17 മുതൽ ഡിസംബർ എൻഡ് വരെ 1.5 മാസം നീളുന്ന ഒരു എക്സാം, ഒരു വലിയൊരു സെക്ഷൻ, ഒരു മാരത്തോൺ എക്സാം ആണ്. കാരണം 1 കോടിയിലധികം ആപ്ലിക്കൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 33,000-ഓളം വേക്കൻസീസ് മാത്രമേ ഉള്ളൂ. 32 വേക്കൻസീസ് മാത്രമേ ഉള്ളൂ. പക്ഷെ അപ്ലൈ ചെയ്തവരുടെ എണ്ണം 1 കോടിയിലധികം ആപ്ലിക്കൻസ് ആണ്. അപ്പോഴേ നിങ്ങൾക്ക് കോമ്പറ്റീഷനൊക്കെ ഊഹിക്കാമല്ലോ. അപ്പോൾ ഇതിന് മുൻപേ പഠിച്ചു വരുന്നവരുണ്ട്, ഇപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവരുണ്ട്, ഓൾറെഡി സൈഡിൽ കൂടെ തട്ടിമുട്ടി കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇനി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ അറൗണ്ട് ഒരു 60 ദിവസം കൂടി നിങ്ങളുടെ മുൻപിലുണ്ട് അല്ലേ? 2 മാസം നിങ്ങളുടെ മുൻപിലുണ്ട്. അപ്പോൾ 2 മാസം കൊണ്ട് നമുക്ക് എന്തായാലും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാം. പക്ഷെ ആ ഒരു സ്ട്രാറ്റജിയിൽ പോകണം, ഒരു സ്റ്റഡി പ്ലാൻ ബേസിസിൽ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പൊ ആ ഒരു സ്റ്റഡി പ്ലാൻ ബേസിസിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു 60 days ക്രാഷ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ RRB ഗ്രൂപ്പ് ഡിയുടെ 60 days ക്രാഷ് ബാച്ച്. അപ്പോൾ എന്താണ് നമ്മുടെ പ്രത്യേകത? ഈ ഒരു സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ക്ലാസ്സുകൾ തന്നെയാണ്. ചുമ്മാ നമ്മൾ ഓടിപ്പോയാൽ നമ്മൾ എങ്ങും എത്തില്ല. അപ്പോൾ ഒരു പ്ലാനോടുകൂടി നിങ്ങളുടെ ഷെഡ്യൂളോടുകൂടി നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഒരു 60 days സ്റ്റഡി പ്ലാനോടുകൂടി നിങ്ങളുടെ ക്ലാസ്സുകൾ പോകുന്നുണ്ട്. +50 days മെഗാ ലൈവ് റിവിഷൻ ഉണ്ടാകും. എക്സാം അടുപ്പിച്ച്
ഒരു 15 ദിവസത്തെ മെഗാ ലൈവ് റിവിഷൻ, മുൻപുള്ള PYQs ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു അടിപൊളി ഒരു റിവിഷൻ സെഷൻ ഉണ്ട്. വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും. PYQ ബേസ്ഡ് ഫുൾ മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്. അതിന്റെ അനാലിസിസ് സെഷൻ പോകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള നമ്മുടെ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും കോഴ്സ് പർച്ചേസ് ചെയ്യാനും നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് AZB അക്കാഡമി എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ആ ആപ്പ് വഴി ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം. എന്താണെങ്കിലും കോഴ്സൊക്കെ പർച്ചേസ് ചെയ്ത് നന്നായിട്ട് പ്രിപ്പറേഷനൊക്കെ തുടങ്ങുമ്പോൾ എല്ലാവരും പ്രിപ്പറേഷനൊക്കെ നിങ്ങളുടെ ഓപ്പണൻസ് എല്ലാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും പൂർവാധികം ശക്തിയോടെ നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുക. നമുക്ക് നമ്മുടെ കറണ്ട് അഫയേഴ്സിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ അടുത്ത പോയിന്റ് എന്താണ്? അനന്ത് കുമാർ, വേൽകുമാർ and Krish Sharma win India's first ever gold medal at Speed Skating World Championship. അപ്പോൾ സ്പീഡ് സ്കേറ്റിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പ്, അപ്പം ഇത് കൂടുതലും എന്താണ് ഈ കൊറിയ, ചൈനീസ് അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു ഈ ഒരു സെക്ഷൻ സ്കേറ്റിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പിലൊക്കെ മുന്നിട്ട് നിന്നിരുന്നത്. അപ്പോൾ ഇന്ത്യ അവിടെയും നമ്മുടെ നില ഉറപ്പിച്ചിട്ടുണ്ട്. സോ ആരാണ്? അനന്ത് കുമാർ, വേൽകുമാർ ആൻഡ് ക്രിഷ് ശർമ്മ വിൻസ് ഇന്ത്യാസ് ഫസ്റ്റ് എവർ ഗോൾഡ് മെഡൽ അറ്റ് സ്പീഡ് സ്കേറ്റിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ ചൈനയിൽ വെച്ച് നടന്ന സ്പീഡ് സ്കേറ്റിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ രണ്ട് ഇന്ത്യക്കാർ സ്വർണം നേടിയിട്ടുണ്ട്. ആനന്ദ് കുമാർ ആൻഡ് ക്രിഷ് ശർമ്മ. അപ്പോൾ ആനന്ദ് കുമാർ സീനിയർ മെൻസ് 1000 മീറ്റർ സ്പ്രിന്റിലും ജൂനിയർ മെൻസ് 1000 മീറ്റർ സ്പ്രിന്റിൽ ക്രിഷ് കുമാർ ശർമ്മയും എന്താണ് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി. ICC മെൻസ് പ്ലെയർ ഓഫ് ദി മന്ത് ഓഗസ്റ്റ് 2025 ICC മെൻസ് പ്ലെയർ ഓഫ് ദി മന്ത് ആരാണ്? ഇന്ത്യയുടെ ഫാസ്റ്റ് ബൗളർ ആയിട്ടുള്ള മുഹമ്മദ് സിറാജ്. സ്കെച്ചേഴ്സിന്റെ അംബാസിഡർ ആയിട്ട് ആരെയാണ് ഇപ്പോൾ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്? സ്കെച്ചേഴ്സിന്റെ അംബാസിഡർ ആയിട്ട് എന്താണ് ഷൂസ് ആൻഡ് അപ്പാരൽ ബ്രാൻഡ് ആയിട്ടുള്ള സ്കെച്ചേഴ്സ് എന്താ ക്രിക്കറ്റ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവരുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? മുഹമ്മദ് സിറാജിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ICC മെൻസ് പ്ലെയർ ഓഫ് ദി മന്ത് ആയിട്ട് ആരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? മുഹമ്മദ് സിറാജ്. Former Meghalaya Chief Minister Donwa Dethwelson Lapang passed away. അപ്പോൾ മേഘാലയയുടെ ഫോർമർ CM ആയിട്ടുള്ള 4 പ്രാവശ്യം മേഘാലയ CM ആയിട്ടിരുന്ന ഡോൺവ ദെത്വൽസൺ എന്താണ് അന്തരിച്ചു. അപ്പൊ അദ്ദേഹം 4 പ്രാവശ്യം മേഘാലയയുടെ CM പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഒരു ടെന്യൂറും അദ്ദേഹം ഫുൾഫിൽ ചെയ്തില്ല, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ 4 പ്രാവശ്യം മേഘാലയ CM ആയിരുന്ന വ്യക്തി റീസെന്റ് ആയിട്ട് ഡിമൈസ് ആയി. അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഡോൺവ ദെത്വൽസൺ ലബങ് ആണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ മേഘാലയ സ്റ്റേറ്റ് നിലവിൽ വന്ന വർഷം തന്നെയാണ് ഇദ്ദേഹം ആദ്യമായിട്ട് ഒരു ലോക്സഭ ഇന്ത്യയായിട്ട് കയറിയത്. ഈ ഒരു സ്റ്റേറ്റ് നിലവിൽ വന്ന വർഷം തന്നെയാണ്. എന്നാണ്? 1972 മേഘാലയ സ്റ്റേറ്റ് നിലവിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. റിക്കി ഹാറ്റൺ, ബ്രിട്ടൻസ് ബോക്സിംഗ് ലെജൻഡ് ദ ഹിറ്റ്മാൻ പാസ്. അപ്പം ദ ഹിറ്റ്മാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ബ്രിട്ടന്റെ ബോക്സിംഗ് ലെജൻഡ് ആയിട്ടുള്ള റിക്കി ഹാൽട്ടൺ അന്തരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ നിക്നെയിം എന്താണ്? ദി ഹിറ്റ്മാൻ. ബോക്സിംഗ് ചാമ്പ്യൻ ആയിട്ടുള്ള ദി ഹിറ്റ്മാൻ. അദ്ദേഹത്തിന്റെ പേരെന്താണ്? റിക്കി ഹാറ്റൺ. ഏത് രാജ്യക്കാരനാണ്? ഇംഗ്ലണ്ടുകാരനാണ്, ബ്രിട്ടീഷുകാരനാണ്. അപ്പൊ അദ്ദേഹം അന്തരിച്ചു. വേൾഡ് പേഷ്യന്റ് സേഫ്റ്റി ഡേ എന്നാണ്? വേൾഡ് പേഷ്യന്റ് സേഫ്റ്റി ഡേ എന്നാണ്. സെപ്റ്റംബർ 17 വേൾഡ് പേഷ്യന്റ് സേഫ്റ്റി ഡേ. അപ്പൊ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് സേഫ് കെയർ ഫോർ എവറി ന്യൂ ബോൺ ആൻഡ് എവറി ചൈൽഡ്. അപ്പൊ സേഫ് കെയർ ഫോർ എവറി ന്യൂ ബോൺ ആൻഡ് എവറി ചൈൽഡ് ആണ് 2025 വേൾഡ് പേഷ്യന്റ് സേഫ്റ്റി ഡേയുടെ തീം. So PM Modi opened 16th Armed Forces Conference in കൊൽക്കത്ത. അപ്പൊ വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിൽ 16ാമത് ആംഡ് ഫോഴ്സസ് കോൺഫറൻസ് ആരാണ് ഇനോഗ്രേറ്റ് ചെയ്തത്? ആരാണ് ഓപ്പൺ ചെയ്തത്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇനോഗ്രേറ്റ് ചെയ്തു. 16th ആംഡ് ഫോഴ്സസ് കോൺഫറൻസ് എവിടെയാണ്? കൊൽക്കത്തയിൽ നടന്നു. എന്താണ്? അപ്പൊ അതിന്റെ തീം എന്താണ്? ഇയർ ഓഫ് റിഫോംസ് ട്രാൻസ്ഫോമിംഗ് ഫോർ ദി ഫ്യൂച്ചർ. അപ്പൊ ഇയർ ഓഫ് റിഫോംസ് ആണ് 16ാമത് ആർമി ഫോഴ്സസ് കോൺഫറൻസിന്റെ. എന്താണ്? കമ്പൈൻഡ് കമാൻഡേഴ്സ് കോൺഫറൻസ്. അപ്പൊ അതിന്റെ തീം എന്ന് പറയുന്നത് ഇയർ ഓഫ് റിഫോംസ്. ഓക്കെ. ശാരദ ഹോഫ്മാൻ കലാക്ഷേത്ര ഭരതനാട്യം ഗുരു ഡൈസ് അറ്റ് 96. അപ്പൊ ശാരദ ഹോഫ്മാൻ
അല്ലെ? ശാരദ ഹോഫ്മാൻ അല്ലെങ്കിൽ അല്ലടി ശാരദ ഓർ ശാരദ ടീച്ചർ എന്ന് അറിയപ്പെട്ടിരുന്നു. അപ്പൊ അവര് ഭരതനാട്യം എക്സ്പോണന്റ് ആണ്. കലാക്ഷേത്രയിൽ ഒരു ഫൗണ്ടേഷണൽ ഫിഗർ എന്ന് വേണമെങ്കിൽ പറയാം. അവര് അന്തരിച്ചു. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടന്റ് ശാരദ ഹോഫ്മാന് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ച വർഷം എന്താണ്? 1996 ആണ്. സാഹിത്യ അക്കാദമി സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചത് ഏത് വർഷമാണ്? 1996. And she was the first recipient of Rukmini Devi Medal for Excellence in Art. അപ്പോൾ ഭരതനാട്യം എക്സ്പോണന്റ് ആയിരുന്നു. അതുപോലെ തന്നെ കലാക്ഷേത്രയുടെ ഒരു ഫൗണ്ടേഷണൽ ഫിഗർ കൂടിയാണ്. റീസെന്റ് ആയിട്ട് അന്തരിച്ചത് ആരാണ്? ശാരദ ഹോഫ്മാൻ അല്ലെങ്കിൽ ശാരദ ടീച്ചർ അല്ലെങ്കിൽ അല്ലടി ശാരദ എന്നറിയപ്പെട്ടിരുന്നു. അപ്പോൾ അല്ലടി ശാരദ അല്ലെങ്കിൽ ശാരദ ഹോഫ്മാന് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ച വർഷം 96 സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചു. ആൻഡ് ഷി വാസ് ദി ഫസ്റ്റ് റെസിപ്പിയന്റ് ഓഫ് രുക്മിണി ദേവി മെഡൽ ഫോർ എക്സലൻസ് ഇൻ ആർട്സ്. ഓക്കെ, മിന്ത്ര ആൻഡ് സൗരവ് ഗാംഗുലി ലോഞ്ച് സൗരാഗ്യ എത്നിക് വെയർ ബ്രാൻഡ്. അപ്പൊ മിന്ത്രയുടെ പുതിയൊരു എത്നിക് വെയർ ബ്രാൻഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താണ്? സൗരാഗ്യ. അപ്പൊ അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സൗരവ് ഗാംഗുലി. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി സൗരവ് ഗാംഗുലി ആണ് മിന്ത്രയുടെ പുതിയ എത്നിക് ബ്രാൻഡ് ആയിട്ടുള്ള സൗരാഗ്യ ലോഞ്ച് ചെയ്തത്. അപ്പൊ നമ്മുടെ എന്താണ് പ്രധാനപ്പെട്ട സെപ്റ്റംബർ 18 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകളെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ തന്നെ കറണ്ട് അഫയേഴ്സുകൾ ചുമ്മാ കേട്ടോണ്ടിരുന്നാലും മതി, ബട്ട് ഒരു ഒന്നിലധികം പ്രാവശ്യം കേൾക്കുക, റിവൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, വരുന്ന എക്സാംസിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.